മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയും കെയർ ഫ്രീ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പഴയ ലോകത്തേക്ക് ഒന്നും തിരിച്ചു പോകുന്നില്ല. നിങ്ങളുടെ ലൈഫായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അയാൾ നിങ്ങളുടെ ആ ഒരു പഴയ മെമ്മറീസിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, അതായത് ആ പഴയ ഒരു ലോകത്ത് അയാളിപ്പോൾ കംപ്ലീറ്റ്ലി കുടുങ്ങി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന അന്ന് അനുഭവിച്ചിരുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, ഇയാളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ കർമ്മഫലം അയാളിപ്പോൾ തിരിച്ചനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ അയാൾ അവോയ്ഡ് ചെയ്തപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, അതേപോലെ അതിലും ഭയാനകമായിട്ടുള്ള വേർഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജിയിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും ഒക്കെ തോന്നും. പക്ഷേ ഉള്ളിൽ ഭയങ്കര പ്രോബ്ലംസാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ടെലിപ്പത്തിക്കലി കണക്ഷൻസ് ഒക്കെ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജസും അയാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെത്രയൊക്കെ മിണ്ടാതിരുന്നാലും അവരുടെ മൈൻഡിൽ നിങ്ങളെ വിളിക്കുന്നതും അവർക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ടെലിപ്പതി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരുന്നാൽ അയാൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾക്ക് പോകാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മാഗ്നറ്റായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞു പോവാതെ അത് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങളിപ്പോൾ ആ ഒരു തരത്തിൽ ഒരു എനർജിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളായിട്ട് നല്ല രീതിയിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കണക്ഷൻസും ഒക്കെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും ഈ സൈലൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡ് അല്ല. അപ്പോൾ അയാൾ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ നിങ്ങളെ കണക്ട് ചെയ്യണമെന്നുണ്ട്. അയാൾ എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അയാൾക്ക് ഇങ്ങനെ നിങ്ങളുടെ എനർജി അങ്ങോട്ട് ചെല്ലുന്നവരും കൂടുതൽ ഭ്രാന്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വളരെ നിശബ്ദമായിട്ട് തന്നെയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു സിഗ്നൽ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങളൊന്ന് വിളിക്കുമോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുമോ എന്ന് എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ചിരിച്ചാൽ മതി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ മതി എന്നും പറഞ്ഞാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന സൈലൻസും നിങ്ങളിപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയും തന്നെയാണ് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുള്ളൊരു റിപ്ലൈ എന്ന് പറയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ